ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 2 ഇംഗ്ലീഷിലെ 3rd ചാപ്റ്റർ ദ വില്ലേജ് ഓഫ് ബേഡ്സിൻ്റെ ആക്ടിവിറ്റി ബുക്കിലെ ആക്ടിവിറ്റീസ് ആണ്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ദ വില്ലേജ് ഓഫ് ബേഡ്സിൻ്റെ കംപ്ലീറ്റ് മലയാളത്തിലുള്ള എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ മുകളിൽ ഐ ബട്ടണായിട്ട് ടീച്ചർ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും നമുക്ക് പാഠഭാഗത്തിലേക്ക് പോയാലോ? പോവാം. നോക്കിയേ, ആക്ടിവിറ്റി 1 എന്താണ് പറയുന്നത്? ആക്ടിവിറ്റി 1, ഡു യു ലൈക്ക് ടു മേക്ക് എ പൂക്കളം? നിങ്ങൾക്ക് പൂക്കളം ഉണ്ടാക്കാൻ ഇഷ്ടമാണോ? കളർ ദ പൂക്കളം ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന പൂക്കളം കളർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ കൊടുത്ത് പൂക്കളം കളർഫുൾ ആക്കുക. ആക്ടിവിറ്റി 2, വിച്ച് ആർ ദ ഫെസ്റ്റിവൽസ് ദാറ്റ് വി സെലിബ്രേറ്റ്? ഏതൊക്കെ ഉത്സവങ്ങളാണ് നമ്മൾ ആഘോഷിക്കാറുള്ളത്? സെലിബ്രേറ്റ് എന്ന് പറഞ്ഞാൽ ആഘോഷിക്കുക. റൈറ്റ് ദ നെയിംസ് ഓഫ് ദ ഫെസ്റ്റിവൽ ബിലോ ഈച്ച് പിക്ചർ. എന്താ പറഞ്ഞിരിക്കുന്നത്? ആ താഴെ തന്നിരിക്കുന്ന ഫെസ്റ്റിവലിൻ്റെയൊക്കെ ഓരോ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ നെയിം താഴെ നിന്ന് എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് എടുത്തെഴുതേണ്ടത്? ഓണമുണ്ട്, ക്രിസ്മസ് ഉണ്ട്, ഈദുൽ ഫിത്തർ ഉണ്ട്, ദീപാവലി ഉണ്ട്. ആദ്യത്തെ ചിത്രം നോക്കിയേ, ക്രിസ്മസിൻ്റെതാണ്, അപ്പോൾ അവിടെ ക്രിസ്മസ് എന്ന് എഴുതണം. രണ്ടാമത്തെ ചിത്രം ഈദുൽ ഫിത്തറിൻ്റെതാണ്, അപ്പോൾ അവിടെ ഈദുൽ ഫിത്തർ എന്ന് എഴുതാമല്ലോ. അടുത്ത് മൂന്നാമത്തെ ചിത്രം നോക്കിയേ, അത്തപ്പൂക്കൾ ഇടുകയാണ് രണ്ട് കുട്ടികൾ, അപ്പോൾ അവിടെ ഓണം എന്ന് എഴുതണം. അടുത്തെന്താ? ദീപാവലിയാണല്ലേ, പടക്കങ്ങൾ പൊട്ടുന്നുണ്ട്, വിളക്ക് കത്തിക്കുന്നുണ്ട്, അപ്പോൾ ദീപാവലി എന്ന് അടുത്ത ചിത്രത്തിൽ എഴുതാമല്ലോ. എങ്കിൽ ആക്ടിവിറ്റി 3 നോക്കിയേ, റീഡ് ദ സ്റ്റോറി. ആ കഥ വായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡിംപിൾ ആൻഡ് ടിങ്കിൾ ഓർ ടിങ്സ്. അവരെന്താണ്? ഡിംപിളും ടിങ്കിളും ടിങ്സ് ആണ്, ഇരട്ടകളാണ്. ദേ ലിവ് ഇൻ ഹരിതഗിരി വില്ലേജ്. അവരെവിടെയാ താമസിക്കുന്നത്? ഹരിതഗിരി ഗ്രാമത്തിലാണ് അവർ താമസിക്കുന്നത്. കണ്ടോ, ഡിംപിളും ടിങ്കിളും കൂടി നിന്ന് ഗോൾഡൻ ബേഡ്സിനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. അവർ തമ്മിൽ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഡിംപിൾ ബേഡ്സിനെയും ചൂണ്ടി എങ്ങനെ നിൽക്കുവാണ്. എവരി ഇയർ ദെയർ ഈസ് എ ഫെസ്റ്റിവൽ ഇൻ ദെയർ വില്ലേജ്. എല്ലാ വർഷവും അവരുടെ ഗ്രാമത്തിൽ ഒരു ഉത്സവം നടക്കുന്നുണ്ട്. ട്രീസ് ബ്ലൂം ഡ്യൂറിങ് ദ ഫെസ്റ്റിവൽ സീസൺ. ഈ ആഘോഷ സമയത്ത്, ഈ ഉത്സവ സമയത്ത് ട്രീസ് എന്ത് ചെയ്യും? മരങ്ങളെല്ലാം പുഷ്പിക്കാറുണ്ട്, പൂക്കൾ ഉണ്ടാകാറുണ്ട് മരങ്ങളിലെല്ലാം, അല്ലേ? നമുക്ക് നോക്കാം. ദ പീപ്പിൾ ഓഫ് ഹരിതഗിരി ഡെക്കറേറ്റ് ദെയർ ഹൗസസ് ഡ്യൂറിങ് ദ ഫെസ്റ്റിവൽ. പീപ്പിൾ എന്ന് പറഞ്ഞാൽ ആളുകൾ. ഇവിടുത്തെ ഹരിതഗിരിയിലെ ആളുകൾ അവരുടെ വീടുകളെല്ലാം ഈ ഉത്സവ സമയത്ത് ഡെക്കറേറ്റ് ചെയ്യാറുണ്ട്, അലങ്കരിക്കാറുണ്ട്. നോക്കിയേ, ആ ചിത്രത്തിൽ കാണാമല്ലേ, ബലൂണുകളും തോരണങ്ങളും ഒക്കെ കൊണ്ട് അലങ്കരിക്കുന്നത് കാണാമല്ലേ, റോഡൊക്കെ. ദ ഫെസ്റ്റിവൽ സീസൺ അറൈവ്ഡ്. ഡിംപിൾ ആൻഡ് ടിങ്കിൾ സ്റ്റാർട്ടഡ് ഡെക്കറേറ്റിംഗ് ദെയർ ഹൗസ്. ഫെസ്റ്റിവൽ സീസൺ വന്നു കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു? നമ്മുടെ ഡിംപിളും ടിങ്കിളും എന്ത് ചെയ്യുകയാണ്? അവരുടെ വീട് ഡെക്കറേറ്റ് ചെയ്യുകയാണ്, അലങ്കരിക്കുകയാണ്. ആക്ടിവിറ്റി 4, ടിങ്കിൾ ആൻഡ് ഡിംപിൾ ആർ ഡെക്കറേറ്റിംഗ് ദെയർ ഹൗസ് ഫോർ ദ ഫെസ്റ്റിവൽ. ടിങ്കിളും ഡിംപിളും എന്ത് ചെയ്തു? അവരുടെ വീട് ഡെക്കറേറ്റ് ചെയ്തു, അലങ്കരിക്കാൻ പോവുകയാണ്. എന്തിനു വേണ്ടി? ഫെസ്റ്റിവലിനെ വരവേൽക്കാൻ വേണ്ടി, ഉത്സവത്തിനെ വരവേൽക്കാൻ വേണ്ടി. ഹെൽപ്പ് ദം ഡെക്കറേറ്റ് ദെയർ ഹൗസ്. അവരെ ഡെക്കറേറ്റ് ചെയ്യാൻ സഹായിക്കാമല്ലോ. യു ക്യാൻ യൂസ് ദ ഡെക്കറേറ്റീവ്സ് ഷോൺ ബിലോ. താഴെ തന്നിരിക്കുന്ന അലങ്കാര വസ്തുക്കൾ അതിനു വേണ്ടി ഉപയോഗിക്കാം. എന്താ? ലൈറ്റുകളും പൂക്കളും ബലൂണുകളും കളർ ലൈറ്റുകളും തോരണങ്ങളും ഒക്കെ തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ച് ഡിംപിളിൻ്റെയും ടിങ്കിളിൻ്റെയും വീട് അലങ്കരിക്കാൻ വേണ്ടി നമുക്ക് അവരെ സഹായിക്കാം. ഇതെല്ലാം ആ വീട്ടിൽ എന്ത് ചെയ്യണം? ഒട്ടിച്ച് വെക്കുകയൊക്കെ ചെയ്യണം, അല്ലേ? ചെയ്യാമല്ലോ, അത് നിങ്ങൾ ചെയ്യുമല്ലോ. എങ്കിൽ നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലോട്ട് പോയാലോ? ആക്ടിവിറ്റി 5, ടിങ്കിൾ ആൻഡ് ഡിംപിൾ ഡിസൈഡ് ടു ഇൻവൈറ്റ് ദെയർ ഫ്രണ്ട് നിള ഫോർ ദ ഫെസ്റ്റിവൽ. ഡിംപിളിൻ്റെയും ടിങ്കിളിൻ്റെയും ഫ്രണ്ടായ നിളയെ ഈ ഫെസ്റ്റിവലിലേക്ക് ക്ഷണിക്കാൻ അവർ തീരുമാനിച്ചു. ദേ കോൾഡ് നിള ഓൺ ഫോൺ. ഫോണിൽ അവർ ആരെ വിളിച്ചു? നിളയെ വിളിച്ചു. കംപ്ലീറ്റ് ദെയർ കോൺവെർസേഷൻ. അവരുടെ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ സംഭാഷണം പൂർത്തിയാക്കുക. നോക്കിയേ, ടിങ്കിൾ, ഹലോ നിള, അവർ വില്ലേജ് ഫെസ്റ്റിവൽ ഈസ് ടുമാറോ, വിൽ യു കം? നിള, നമ്മുടെ വില്ലേജ് ഫെസ്റ്റിവൽ നാളെയാണ്, നീ വരുമോ? നിള പറയുകയാണ്, യെസ് ഐ വിൽ കം, ഞാൻ വരും. ടിംപിൾ, ഹൗ വിൽ യു കം? നീ എങ്ങനെയാണ് വരുന്നത്? അപ്പോൾ നിള എന്താ ആൻസർ പറയും? നിള, ഐ വിൽ കം വിത്ത് മൈ മദർ ബൈ ബസ്. എൻ്റെ അമ്മയോടൊപ്പം ബസ്സിൽ ഞാൻ വന്നുകൊള്ളാം എന്നാണ് ആര് പറയുന്നത്? നിള പറയുന്നത്. നിങ്ങൾക്ക് അവിടെ എന്ത് വേണമെങ്കിലും എഴുതി ചേർക്കാവുന്നതാണ്. ആക്ടിവിറ്റി 6, ഹൗ ഇസ് യുവർ വില്ലേജ് ഓർ ടൗൺ? നിങ്ങളുടെ വില്ലേജ് അല്ലെങ്കിൽ ടൗൺ, ഗ്രാമം അല്ലെങ്കിൽ ടൗൺ എങ്ങനെയുണ്ട്? ഡ്രോ, കളർ ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ്.
എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? വരച്ച് കളറ് ചെയ്ത് അതിനെക്കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കളർ ചെയ്യുകയും വരയ്ക്കുകയൊക്കെ നിങ്ങൾ ചെയ്യുക. നമുക്ക് അതിനെക്കുറിച്ച് എഴുതാം, നമ്മുടെ വില്ലേജിനെ കുറിച്ച്. ദിസ് ഈസ് മൈ വില്ലേജ്. ഇതാണ് എൻ്റെ വില്ലേജ്. മൈ വില്ലേജ് നെയിം ഈസ് കേരനാട്. എൻ്റെ വില്ലേജിൻ്റെ പേര് കേരനാട് എന്നാണ്. മൈ വില്ലേജ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. എൻ്റെ വില്ലേജ് വളരെ മനോഹരമാണ്. ദെയർ ഈസ് പ്ലേസസ് വിത്ത് ഗ്രീൻ ഫീൽഡ്സ് ആൻഡ് ടോൾ ട്രീസ്. അവിടെ എന്തൊക്കെയുണ്ട്? പച്ചപ്പാടങ്ങളും വലിയ മരങ്ങളും ഒക്കെയുണ്ട്. ദെയർ ആർ മെനി ഹൗസസ് ഇൻ മൈ വില്ലേജ്. അവിടെ ഒരുപാട് വീടുകളുണ്ട്. ദേ ആർ പെയിൻറ്റഡ് ഇൻ മെനി കളേഴ്സ്. അവ എങ്ങനെയാണ്? പല പല കളറുകൾ ഉപയോഗിച്ച് പെയിൻറ് ചെയ്തിരിക്കുന്നു. ദെയർ ഈസ് എ ഹോസ്പിറ്റൽ ആൻഡ് എ സ്കൂൾ ഇൻ മൈ വില്ലേജ്. അവിടെ ഒരു ഹോസ്പിറ്റലും ഒരു സ്കൂളും ഉണ്ട്. മൈ വില്ലേജ് ആർ കൈൻഡ് ഹേർട്ടഡ് പീപ്പിൾ. വളരെ നല്ല മനുഷ്യരാണ് നമ്മുടെ ഗ്രാമത്തിൽ താമസിക്കുന്നത്. ദെയർ ഈസ് എ സ്മോൾ റിവർ ഇൻ മൈ വില്ലേജ്. എവിടെ എന്തുണ്ട്? ഒരു ചെറിയ പുഴയുണ്ട്. മൈ വില്ലേജ് ഈസ് വെരി പീസ്ഫുൾ പ്ലേസ് ടു ലീവ്. താമസിക്കാൻ വളരെ നല്ല മനോഹരമായ സ്ഥലമാണ്. ഐ ലൈക്ക് മൈ വില്ലേജ്. എൻ്റെ വില്ലേജിനെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്നെഴുതാം. ആക്ടിവിറ്റി 7. ഡ്യൂറിങ് ദ ഫെസ്റ്റിവൽ ദ വില്ലേജേഴ്സ് ഡു നോട്ട് ബ്ലോ ദ ഹോൺ ഓഫ് വെഹിക്കിൾസ്. ഫെസ്റ്റിവലിൻ്റെ സമയത്ത്, ഈ ഉത്സവത്തിൻ്റെ സമയത്ത് വില്ലേജേഴ്സ് ആരും, ഗ്രാമീണർ ആരും തന്നെ ഹോണുകളൊന്നും അടിക്കാറില്ല. വണ്ടികളിലൊന്നും തന്നെ ഹോണുകൾ അടിക്കാറില്ല. വൺ ഡേ എ മാൻ ഓൺ എ മോട്ടോർ ബൈക്ക് കെയിം ദെയർ. ഒരു ദിവസം ഒരു മോട്ടോർ ബൈക്കിൽ ഒരാൾ അവിടെ വന്നു. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ മാൻ ആൻഡ് ദ ചിൽഡ്രൻ. മനുഷ്യനും നമ്മുടെ കുട്ടികളും തമ്മിലുള്ള കോൺവെർസേഷൻ, സംഭാഷണം പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, സർ പ്ലീസ് ഡോണ്ട് ബ്ലോ ദ ഹോൺ. അപ്പോൾ അവിടെ നിന്ന് ആര് പറയുക? ഡിംപിൾ പറയുകയാണ്, സർ ഇവിടെ ഹോൺ അടിക്കരുത് എന്ന് പറയുകയാണ്. അപ്പോൾ അയാൾ എന്ത് പറഞ്ഞു കാണും? അതവിടെ എഴുതണം. വൈ ഷുഡിൻ ഐ ബ്ലോ ദ ഹോൺ? എന്തുകൊണ്ട് എനിക്ക് ഹോൺ അടിച്ചുകൂടാ എന്ന് അയാൾ ചോദിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നമ്മുടെ ടിങ്കിൾ പറഞ്ഞു കൊടുത്തു, ഇറ്റ് ഈസ് എ ഫെസ്റ്റിവൽ ഓഫ് ബേർഡ്സ് ആർ വി ഡോണ്ട് ബ്ലോ ഹോൺ ഡ്യൂറിങ് ദ ഫെസ്റ്റിവൽ. ഇത് നമ്മുടെ പക്ഷികളുടെ ഒരു ഉത്സവമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹോണൊന്നും ഇവിടെ ഈ ഉത്സവ സമയത്ത് അടിക്കാറില്ല. അപ്പോൾ അയാൾ പറയുകയാണ്, ഓ ഐ ആം സോറി. അയാൾക്ക് അറിയില്ലായിരുന്നു, അതുകൊണ്ട് അയാൾ സോറിയും പറഞ്ഞു. ഓക്കെ. ആക്ടിവിറ്റി 8. വി മേക്ക് മെനി ഡെക്കറേറ്റീവ്സ് യൂസിങ് പേപ്പർ. ലെറ്റ് us മേക്ക് എ പേപ്പർ ലാൻറ്റേൺ. നമ്മൾ പേപ്പർ ഉപയോഗിച്ച് പലതരത്തിലുള്ള അലങ്കാര വസ്തുക്കൾ ഉണ്ടാക്കാറുണ്ട്. എങ്കിൽ നമുക്കൊരു പേപ്പർ ലാൻറ്റേൺ, ഒരു പേപ്പർ വിളക്ക് ഉണ്ടാക്കിയാലോ എന്നാണ് ചോദിക്കുന്നത്. നോക്കിയേ, സ്റ്റെപ്പ് 1. ടേക്ക് എ പീസ് ഓഫ് പേപ്പർ, കട്ട് എ സ്ട്രിപ്പ് ഫ്രം ഇറ്റ്. എന്ത് ചെയ്യുക? ഒരു പീസ് പേപ്പർ എടുത്ത് കട്ട് ചെയ്യുക. അതിൽ നിന്നും ഒരു സ്ട്രിപ്പ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? സ്റ്റെപ്പ് 2 ഫോൾഡ് ദ പേപ്പർ ഫ്രം ദ മിഡിൽ. പകുതിക്ക് വെച്ച് പേപ്പർ മടക്കുക. സ്റ്റെപ്പ് 3 ഡ്രോ എ ലൈൻ ഓൺ വൺ സൈഡ്. ഒരു സൈഡിലായിട്ടൊരു ലൈൻ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ വരയ്ക്കുക. അതിനുശേഷം സ്റ്റെപ്പ് 4 കട്ട് ദ പേപ്പർ ഇൻറ്റു സ്മോൾ സ്ട്രിപ്പ്. കത്രിക ഉപയോഗിച്ച് സ്മോൾ സ്ട്രിപ്പുകളായിട്ട് പേപ്പർ കട്ട് ചെയ്യുക. സ്റ്റെപ്പ് 5 ഓപ്പൺ ദ പേപ്പർ, ജോയിൻ ദ എഡ്ജ്. പേപ്പർ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൻ്റെ അറ്റങ്ങൾ, എഡ്ജുകൾ തമ്മിൽ ഒട്ടിക്കുക. അതിനുശേഷം സ്റ്റെപ്പ് 6 ഫിക്സ് എ ഹാൻഡിൽ ഓൺ ടോപ്പ്. നേരത്തെ നമ്മൾ വെട്ടിവെച്ച പേപ്പർ സ്ട്രിപ്പ് എടുത്ത് ഒരു ഹാൻഡിൽ ടോപ്പിൽ ഒട്ടിച്ച് വെക്കുക. നൗ ദ ലാൻറ്റേൺ ഈസ് റെഡി. അപ്പോൾ നമ്മുടെ ലാൻറ്റേൺ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. നോക്കിയേ, ക്യാൻ യു മേക്ക് എ ക്രൗൺ ബേസ്ഡ് ഓൺ ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന പിക്ചറുകൾ അനുസരിച്ച് നിങ്ങൾക്ക് ഒരു ക്രൗൺ, ഒരു കിരീടം നിർമ്മിക്കാമോ? റൈറ്റ് പ്രോപ്പർ ഇൻസ്ട്രക്ഷൻ അണ്ടർ ഈച്ച് പിക്ചർ. ഓരോ പിക്ചറിൻ്റെ താഴെയും പ്രോപ്പറായിട്ടുള്ള നിർദ്ദേശങ്ങളും എഴുതണം. എങ്കിൽ നമുക്ക് എഴുതിയാലോ? ആദ്യത്തെ പിക്ചർ എന്താണ്? ഒരു പേപ്പർ പ്ലേറ്റ് കത്രിക കൊണ്ട് മുറിച്ച് വെച്ചിരിക്കുകയാണ് അല്ലേ? കട്ട് പേപ്പർ പ്ലേറ്റ് ഇൻ ഹാഫ് ആൻഡ് ട്രിം ദ എഡ്ജസ് ടു ക്രിയേറ്റ് എ ക്രൗൺ ഷേപ്പ്. ഒരു കിരീടം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഷേപ്പിൽ പേപ്പർ പ്ലേറ്റിനെ മുറിച്ച് വെച്ചിരിക്കുകയാണ്, പകുതിയായിട്ട് മുറിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി രണ്ടാമത് നോക്കിയേ, കളർ ദ പ്ലേറ്റ്, പേസ്റ്റ് സ്മോൾ സ്റ്റാർ ഓൺ ഇറ്റ് ടു ഡെക്കറേറ്റ് ദ പ്ലേറ്റ്. എന്ത് ചെയ്യണം? പ്ലേറ്റ് കളർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? ചെറിയ ചെറിയ സ്റ്റാറുകൾ അതിൽ ഒട്ടിച്ച് വെച്ച് അലങ്കരിക്കുക. മൂന്നാമത്തെ പിക്ചർ നോക്കിയേ, കട്ട് സം ട്രയാങ്കിൾസ് ഓഫ് റെഡ് ആൻഡ് വൈറ്റ് കളേഴ്സ്. എന്ത് ചെയ്യണം? ട്രയാങ്കിൾസ്, ത്രികോണങ്ങൾ, റെഡ് കളറിലും വൈറ്റ് കളറിലുമുള്ള ത്രികോണങ്ങൾ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നാലാമത്തെ പിക്ചറിൽ നോക്കിയേ, പേസ്റ്റ് ദ ട്രയാങ്കിൾ ഓൺ ദ അപ്പർ എഡ്ജ് ഓഫ് ദ പ്ലേറ്റ്. പ്ലേറ്റിൻ്റെ മുകളിലായിട്ട് ഈ ട്രയാങ്കിൾസ് ഒന്നിടവിട്ട് ഒട്ടിച്ച് വെക്കണം. അതിനുശേഷം അഞ്ചാമത്തെ പിക്ചർ നോക്കിയേ,
ടൈ ദ ത്രെഡ് ഓൺ ബോത്ത് സൈഡ് ഓഫ് ദ പ്ലേറ്റ്. പ്ലേറ്റിൻ്റെ രണ്ട് സൈഡിലും എന്ത് കെട്ടണം? രണ്ട് ത്രെഡ് കെട്ടി ഇടണം. എന്നിട്ട് എന്ത് ചെയ്യാം? ലാസ്റ്റ് പിക്ചർ, ദ ക്രൗൺ ഈസ് റെഡി. വെയർ ഇറ്റ് ഓൺ യുവർ ഹെഡ്. നിങ്ങളുടെ തലയിൽ അത് വെക്കാം. ഓക്കെ, നിങ്ങൾക്കും ഇതുപോലൊരു കിരീടം ഉണ്ടാക്കാവുന്നതാണ്. ഉണ്ടാക്കി നോക്കണേ. ആക്ടിവിറ്റി 9. ഐഡൻറ്റിഫൈ ദ ബേർഡ്സ് ഫ്രം ദ പിക്ചർ, കളർ ദം സ്യൂട്ടബിളി ആൻഡ് റൈറ്റ് ദെയർ നെയിംസ് ബിലോ. താഴെ തന്നിരിക്കുന്ന ബേഡ്സുകളെ, പക്ഷികളെ തിരിച്ചറിയുക, അവയ്ക്ക് കളർ കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? അവരുടെ പേരുകൾ താഴെ എഴുതുക. ഓക്കെ, റൂസ്റ്റർ ആരാ? പൂവൻ കോഴി. പാരറ്റ് തത്ത. ക്രോ കാക്ക. പീക്കോക്ക് മയിൽ. ക്രെയിൻ കൊക്ക്. ഹോൺബിൽ വേഴാമ്പൽ. വുഡ്പെക്കർ മരംകൊത്തി. ഡക്ക് താറാവ്. ഇതെല്ലാം നിങ്ങൾക്ക് അവിടെ എഴുതി ചേർക്കുക. അനുയോജ്യമായ കളർ കൊടുത്ത് ചിത്രം മനോഹരമാക്കുക. ഓക്കെ, അടുത്ത ആക്ടിവിറ്റി 10. എഗ്സ് ടു ചിക്ക്. മുട്ടയിൽ നിന്ന് കുഞ്ഞുങ്ങളിലേക്ക്. ചിക്ക് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ. ഹിയർ ഈസ് എ ഗെയിം ഫോർ യു. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരു ഗെയിം ഉണ്ട്. യൂസ് എ ഡൈസ് ആൻഡ് പ്ലേ ദ ഗെയിം അക്കോർഡിംഗ് ടു ദ ഇൻസ്ട്രക്ഷൻസ് ഓഫ് യുവർ ടീച്ചർ. ടീച്ചർ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഡൈസ് ഉപയോഗിച്ച് ഈ ഗെയിം കളിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, ആദ്യത്തെ പിക്ചർ എന്താണ്? ഒരു കോഴി അടയിരിക്കുകയാണ് മുട്ടയ്ക്ക്. നിങ്ങൾ ഡൈസ് ഇട്ട് നോക്കുക. അപ്പോൾ ഏത് നമ്പറാണ് നിങ്ങൾക്ക് വരുന്നതെന്ന് വെച്ച് നിങ്ങൾ കളിച്ചു തുടങ്ങുക. നിങ്ങൾ 1 നിന്നും 4 എത്തുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഫുഡുണ്ട്. ആ ഫുഡ് കഴിക്കാം. എന്നിട്ട് വീണ്ടും അവിടെ നിന്ന് 8 പോകാവുന്നതാണ്. നിങ്ങൾ ഡൈസ് ഇട്ടിട്ട് 8 എത്തുകയാണെങ്കിൽ അവിടെ നോക്കിയേ, 9 എത്തുകയാണെങ്കിൽ അവിടെ ഡേഞ്ചറാണ്. അവിടെ ആരുണ്ട്? പൂച്ചയുണ്ട്. അവിടെ പൂച്ച പിടിക്കും. അപ്പോൾ ഗോ ടു കോളം 3. വീണ്ടും കോളം 3യിലേക്ക് വരുന്നതായിരിക്കും. ഇനി അതല്ല, അതിന് മുകളിലോട്ടുള്ള നമ്പറിലോട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ 12 എത്തുമ്പോൾ ഡ്രിങ്ക് മിൽക്ക് ആൻഡ് ഗോ ടു കോളം 17. നിങ്ങൾക്ക് അവിടെ നിന്ന് മിൽക്കും കുടിച്ചതിന് ശേഷം കോളം 17 പോകാൻ പറ്റും. നോക്കിയേ, കോളം 16 ഒരു ഈഗിളുണ്ട്, കഴുകനുണ്ട്. അത് പിടിക്കാതെ നിങ്ങൾ 17 എത്തിപ്പെട്ടാൽ നിങ്ങൾക്ക് അവിടെ ആരുണ്ട്? കോഴികളുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്. 16 എത്തുമ്പോൾ നിങ്ങൾ ഡേഞ്ചറാണ്. അപ്പോൾ നിങ്ങൾ ആ കഴുകൻ പിടിച്ചു കഴിഞ്ഞാൽ ഗോ ടു കോളം 10. വീണ്ടും 10 വരേണ്ടി വരും. ഇനി അതല്ല, 17 നിങ്ങൾ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ഹിയർ ഗോ ടു കോളം 20. നിങ്ങളുടെ ഫ്രണ്ട്സ് അവിടെയുണ്ട്, നിങ്ങളുടെ കോഴികൾ അവിടെയുണ്ട്. അതോടൊപ്പം നിങ്ങൾക്ക് 20 വരാനും പറ്റും. ഇനി നിങ്ങൾ ഡൈസ് ചെയ്ത് 20 എത്തിപ്പെട്ടാൽ അവിടെ കുറുക്കനുണ്ട്. കുറുക്കൻ നിങ്ങളെ പിടിക്കും. ഫോക്സ് ഉണ്ട്. അപ്പോൾ ഫോക്സ് ഹിയർ ഗോ ടു കോളം 5. പിടിച്ചു കഴിഞ്ഞാൽ വീണ്ടും 5 നിങ്ങൾ തിരിച്ചു വരേണ്ടി വരും. അതല്ല, നിങ്ങൾക്ക് 20 അല്ലാത്ത 21 നിങ്ങൾ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ കൺഗ്രാജുലേഷൻസ്, ദ എഗ്സ് ഹാച്ച്ഡ്. എന്ത് ചെയ്തു? മുട്ട പൊട്ടി കുഞ്ഞുങ്ങൾ പുറത്ത് വന്നു. അപ്പോൾ 21 എത്താൻ പറ്റും. നിങ്ങളത് കളിച്ച് നോക്കുക. ഓക്കെ, ഇന്ന് നമ്മൾ 1 to 10 ആക്ടിവിറ്റീസ് ആണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി 11 to 21 അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. നാളെ തന്നെ അതിൻ്റെ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്